എടി ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ എന്ത് മനസ്സിലാക്കണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? എടി നമ്മുടെ മക്കളില്ലേടി. എന്ത് മക്കള്? പറഞ്ഞാലും കേക്കേല. അത് നമ്മുടെ കുഴപ്പമല്ലേ. ഇനി അതും എന്റെ കുഴപ്പമായിക്കോട്ടെ. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയതാ ഈ കഷ്ടപ്പാട്. എടി നിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആരും മനസ്സിലാക്കില്ല. പെണ്ണായി പിറന്നാൽ മണ്ണായി തീരുവോളം ദുരിതം തന്നെയാ. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ അമ്മയെ നോക്കി. പിന്നെ അമ്മയെ നോക്കണ്ടേ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്താ നിന്റെ പ്രശ്നം? രാജേട്ടൻ മര്യാദയ്ക്ക് എന്നോട് സംസാരിച്ചിട്ട് എത്ര കാലമായിന്നറിയാമോ? ചേച്ചി ചേട്ടാ എന്നാ പ്രശ്നം? എന്റെ ജസ്റ്റിന് ഞാൻ ആർക്കു വേണ്ടിയാ ജീവിക്കണ്ടേ? മക്കൾക്ക് വേണ്ടി. കണ്ടോ, കല്യാണം കഴിഞ്ഞപ്പം കെട്ടിയവനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കണം. മക്കളായപ്പം മക്കൾക്ക് വേണ്ടി. അതല്ലേ നാട്ടുകിടപ്പ്. അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ എന്നാ ജീവിക്കണ്ടേ? രാജേട്ടാ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ. മാതാപിതാക്കന്മാരെയും മക്കളെയൊക്കെ നോക്കണം. പക്ഷേ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി കൂടെ ജീവിക്കണം. ഞാനിപ്പോ എന്നാ ചെയ്യണമെന്നാ ജസ്റ്റിൻ പറയുന്നത്? ചേച്ചി എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ? സമാധാനം കിട്ടുന്ന എങ്ങോട്ടേലും പോണം. യെസ്, അതാണ് വേണ്ടത്. നിങ്ങൾ രണ്ടാളും ഒരു യാത്ര പോയിട്ട് വാ. പരസ്പരം സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കിടയിലുള്ളൂ. ഇപ്പൊ എങ്ങനെയാ? എങ്ങോട്ടാ? പാർക്കിലോട്ടോ അതോ ബീച്ചിലോട്ടോ? എങ്ങോട്ടായാലും മതി. പോയിട്ട് വാ. എന്നെ സമ്മതിക്കണം, എത്ര പെട്ടെന്നാ പ്രശ്നം സോൾവ് ആക്കിയത്. ജസ്നെ, ഞാൻ എന്റെ വീട്ടിൽ പോവാം. ഇതിപ്പോ എന്താ പുതിയ പ്രശ്നം? എനിക്ക് മടുത്തു എന്റെ ലൈഫ്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? നിങ്ങളും മക്കളും കൂടി അങ്ങ് ജീവിച്ചോ. എന്തായാലും നീ വീട്ടിൽ പോവല്ലേ, എന്നാ നമുക്ക് ആ പോകുന്ന വഴി മൂന്നാറിലൊന്ന് പോയിട്ടും കൂടെ വന്നാലോ? ശരിക്കും? അപ്പം പിള്ളേരോ? അതിന് ചാച്ചനും അമ്മച്ചിയൊക്കെ ഇല്ലേ, നമുക്ക് പോവാന്നേ. വാ.